ഇന്നൊരു വെറൈറ്റി മാങ്ങാച്ചാർ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാറാണ് ഉണ്ടാക്കി കാണിക്കുന്നത്, പഞ്ചാബി അച്ചാർ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 മാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി തുടച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സൈസിൽ കുഞ്ഞി ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. പിന്നെ നമ്മൾ ആ മാങ്ങണ്ടിയിൽ ഉള്ള മാങ്ങയില്ലേ, അതൊക്കെ ചുരണ്ടി എടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാനോ അതല്ലെങ്കിൽ ചമ്മന്തി അരക്കാനോ ഒക്കെ എടുക്കുക, വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ ബാക്കി മുറിച്ച് വെച്ച മാങ്ങ നമുക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം. കുറേ ദിവസമൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒരു ദിവസം വെച്ചാൽ മതി. ഒന്ന് വാടി കിട്ടിയാൽ മതി. ആ പുറമേയുള്ള ഒരു നനവുണ്ടാവുമല്ലോ മാങ്ങൻ്റെ, അത് ഉണങ്ങണ വരക്കും വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണിത് എടുത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ഈ ജീരകങ്ങളൊക്കെ സാധാരണ നമ്മൾ ഇടാത്തതാണ് അച്ചാറിൽ. അപ്പോൾ അതൊക്കെയാണ് ഈ അച്ചാറിൻ്റെ പ്രത്യേകതയും. പിന്നെ ഞാൻ 1 ടീസ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ ഈ കുരുമുളകും ജീരകവും ഉലുവയും കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. കുറേ സമയത്ത് വറുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. ആ പാന് അടിവശം കട്ടിയുള്ള പാനാണ്. അപ്പോൾ അത് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിൽ തന്നെ ആ ചൂടിൽ ഒന്ന് ഇളക്കിയാൽ മതി. അതായത് അതിൻ്റെ ഒരു ചെറിയൊരു നനവുണ്ടാവുമല്ലോ എല്ലാത്തിലും, അതൊന്ന് മാറിക്കിട്ടാനാണ്. അല്ലാതെ മൊരിപ്പിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ആറിയ ശേഷം തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. നല്ല ഫൈനാക്കണ്ട, ഒരു തരിതരിപ്പായിട്ട് പൊടിച്ച് മാറ്റിയേക്കാം. ഇപ്പം ഞാനൊരു ദിവസം മുഴുവൻ വെയിലത്ത് വെച്ച് ഒരു 4 മണിക്കൂറൊക്കെ വെയിൽ കൊള്ളിച്ച മാങ്ങയാണിത്. അതിൻ്റെ പുറത്ത് ആ ഒരു നനവൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ചാറിടാനുള്ള കുപ്പിയും കഴുകിയിട്ട് നന്നായി വെയിലത്ത് വെച്ച് അതും ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ല, പുറമേയുള്ള നനവൊക്കെ പോയിട്ടുണ്ടാവും, ഉള്ളിൽ സോഫ്റ്റ് ഉണ്ടാവും. അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഉപ്പൊക്കെ കുറച്ച് കൂടുതലിടണം കേട്ടോ. നമ്മൾ സാധാരണ ഇടുന്നേക്കാൾ ഒരു ഇത്തിരി കൂടുതൽ ഉപ്പിടണം. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടത് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ, ചെറിയ സ്പൂണിന് 1 സ്പൂൺ കരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, അതിട്ടാലും നല്ലതാണ് കേട്ടോ. പിന്നെ കായപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ആ പൊടി മുഴുവനായിട്ട് ഞാൻ ഇതിലിട്ടുണ്ട് കേട്ടോ. പെരുംജീരകവും ചെറിയ ജീരകവും ഉലുവ, കുരുമുളക്, ഇത്രയുള്ള പൊടിയാണ്. ഇനി ആ മാങ്ങയിൽ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം പിന്നെ നമുക്കതിൽ ചേർക്കേണ്ടത് കടുക് എണ്ണയാണ് കേട്ടോ. ഇതൊരു പഞ്ചാബി അച്ചാറായതുകൊണ്ട് തന്നെ അവർ കടുകെണ്ണയിലാണ് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ലെണ്ണയൊക്കെയാണല്ലോ സാധാരണ അച്ചാറിന് ഉപയോഗിക്കുക. അപ്പോൾ ഇവർ കടുകെണ്ണയിലാണ് ഇടുന്നത്. അപ്പോൾ ചിലവർക്ക് അതിൻ്റെ മണവും ടേസ്റ്റൊന്നും ഇഷ്ടപ്പെടില്ല, എന്നാലും ഇതാണ് മാച്ച് ആവുക കേട്ടോ. അപ്പോൾ കടുകെണ്ണ ഞാൻ 200 മില്ലിയാണ് എടുത്തത്. അതിൽ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നോക്കാം. കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ അച്ചാറിൻ്റെ പണി ഇത്രയേ ഉള്ളൂ, അടുപ്പിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. കുറേ നാൾ 2 വർഷം വരെയൊക്കെ ഇത് ഇരിക്കും കേട്ടോ. നമ്മളിപ്പോൾ അത്രയൊന്നും വെക്കില്ല, എന്നാലും അത്രയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് അച്ചാർ കുപ്പിയിലാക്കണ മുന്നേ അതിൽ കുറച്ച് ഈ കടുകെണ്ണ തന്നെ ഞാൻ ഒഴിക്കുന്നുണ്ട്. കുപ്പീൻ്റെ ഉള്ളിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അച്ചാർ പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 200 മില്ലി എണ്ണയും ഈ അച്ചാറിന് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇനി ബാക്കി അച്ചാർ അതിലിട്ട ശേഷം അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ അച്ചാറിൻ്റെയൊക്കെ ഒരുമാതിരി സ്മെല്ലായിരിക്കും കേട്ടോ. കടുകെണ്ണൻ്റെ സ്മെല്ലും ആ ജീരകം ഉലുവയൊക്കെ അതിൻ്റെയൊക്കെ ആയിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇത് കുറേ നാൾ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇനി അടച്ചിട്ട് ഇതിങ്ങനെ നമ്മളിപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങരുത്. ഒരു കുറഞ്ഞത് 7 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ. പക്ഷേ ദിവസം നമ്മൾ ആ കുപ്പിയെടുത്ത് ഇങ്ങനെ ഒന്ന് കുലുക്കി വെക്കണം കേട്ടോ. കുലുക്കി എല്ലായിടത്തേക്കും ഒരു മസാല ആവണ പോലെ. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് 7 ദിവസം കഴിഞ്ഞിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഞാൻ കുലുക്കിയത് കൊണ്ടാണ് ആ കുപ്പിയിലൊക്കെ ഇങ്ങനെ പടർന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അച്ചാർ നല്ല കുഴഞ്ഞ് കുറച്ച് താന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയിട്ട് ഇപ്പം ആ ഒരു കടുകിൻ്റെ മണമൊന്നും വരുന്നില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള അച്ചാർ തന്നെയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇത് റോട്ടിക്ക് പറാട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള അച്ചാർ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. നല്ല ഉഷാർ അച്ചാറാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.